ഇപ്പം നെഫർട്ടിറ്റി കണ്ടല്ലോ. ഇതാണ് നെഫർട്ടിറ്റി. ഇതാണ് കൊച്ചിയുടെ കായൽ പരപ്പ്. അതാണ് താജ്മഹൽ ഹോട്ടൽ. വലതുവശത്ത് കാണുന്നത് ഗ്രാൻഡ് ഹയാത്ത്. അപ്പോഴത്തെ ഗ്രാൻഡ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതാണ് നടുക്കുള്ള ഒരു തുരുത്ത്. ഓർമ്മ വരുവാണ്. ടെർമിനലിലും കപ്പൽ പോകുന്നതും ഒക്കെ കാണാൻ പറ്റും. ഒരു കപ്പൽ വരുന്നുണ്ട് അങ്ങോട്ട്. അപ്പം നമ്മൾ പതിയെ ചവിട്ടി പോവാണ്. അപ്പോൾ വണ്ടികളൊക്കെ വരുന്നുണ്ടോ? അവിടെ ജങ്കാർ സർവീസ് കിടക്കുന്നതാണ്. ഈ അടി ഭയങ്കര പഴയ പാലം വരെയായിരുന്നു ആദ്യത്തെ പാലം. രണ്ടാമത്തെ പാലം. അപ്പം നമ്മൾ ആ പാലം വലിയ വൈപ്പിൻ കരയിലേക്ക് എത്തുകയാണ്. വീണ്ടും പാലമുണ്ട്. ഇത് കഴിഞ്ഞുള്ള ദൂരത്തിലോട്ടുള്ള അടുത്ത പാലമുണ്ട്. ഇത് ആദ്യ പാലം. അത് കഴിഞ്ഞ് നമ്മളൊരു തുരുത്തിലോട്ട്, ഇപ്പോൾ കൊച്ചിക്കായലിനെ നമ്മൾ ക്രോസ് ചെയ്തു. അടുത്ത തുരുത്തിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അക്രോശോടിലാണ് വല്ലാറുപാടം കണ്ടെയ്നർ ടെർമിനലിൽ. അതിലെ പോകുന്നത് റെയിൽവേ ലൈനായിരുന്നു കേട്ടോ. സോറി, എനിക്ക് അബദ്ധം പറ്റിയതാണ്. അത് റെയിൽവേ ലൈനാണ്. കണ്ടെയ്നർ മൂവിങ്ങിനുള്ള റെയിൽവേ ലൈനാണത്. ലോറികളൊക്കെ ഈ വഴി തന്നെയാണ് കേട്ടോ. എനിക്ക് വെച്ച് കിട്ടിയതാണ്. ആദ്യമായിട്ട് വരുന്നതല്ല. മുമ്പത്തിന് പോകുന്ന വണ്ടിയാണ്. മുമ്പത്തിന് പോകേണ്ടത്. നമ്മൾ വലിയ ജോലിയാണ്. ആ വലിയ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ കയറി പോവുകയാണ്. എല്ലാവരും വാർത്തയായി എത്തിയിരിക്കുകയാണ്.
പള്ളി ഞാൻ പറഞ്ഞില്ലേ കടിക്കരിട്ടവനും കടിക്കരില്ലാത്തവനും ഇഷ്ടംപോലെ കാണുന്നു. എവിടെ എഴുതുന്നുണ്ട് കുഞ്ഞിനെ പാർട്ടി കാണി. വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ്. ഇപ്പം നമുക്ക് പതിയെ ഏതെങ്കിലും മരക്കണൽ കയറി കുഞ്ഞിനെ കയറ്റി വെക്കാമെന്ന് തോന്നുന്നു. നടവഴിയാണ്. എന്തടി നീ വെയിലടിക്കുമെന്ന് തിരിച്ചു വെച്ചാൽ വെയിലടിക്കുകയില്ല. ഇപ്പം തിരിച്ചു വെക്കാം. അമ്മച്ചിമാർ ഓർത്ത് ഞാൻ അതിൻ്റെ കച്ചവടത്തിന് വന്നിരിക്കുന്നതാണ്. പെട്ടെന്ന് എഴുന്നേറ്റ് ഓടിക്കാൻ തയ്യാറായിട്ട് വന്നതാണ്. ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഇവിടെയാകുമ്പം കുഴപ്പമില്ല കേട്ടോ. അവിടെ ഇരുന്നോളാം. വെള്ളം പോകുന്നുണ്ടോ? വെള്ളം പോകുന്ന കാഴ്ച കാണാം. വെള്ളം കടലിലോട്ട് പോവുകയാണ്. അവർ തിരിക്കുകയാണ്. വെള്ളം തിരിക്കുന്ന സീൻ കണ്ടോ? കണ്ട ടാങ്ക് വെള്ളം തിരിക്കുകയാണ്. അതുപോലെ തന്നെ അവത്താൽ മറ്റേ ഫൈബർ ബോട്ടല്ല, മറ്റേ തെർമോക്കോൾ ബോട്ടും വെച്ചിട്ടുണ്ട്. ഇത് കടലിലോട്ട് പോവുകയാണ്. കണ്ട് നമുക്ക് പതിയെ മുമ്പോട്ട് പോകാം. ഇതാ വള്ളങ്ങളൊക്കെ കടലിലോട്ട് പോവുകയാണ്. അവിടെ കപ്പലുകളൊക്കെ കിടക്കുന്നത് കാണാം. വലിയ വലിയ ഹോട്ടലുകളൊക്കെ നമുക്ക് കാണാം. ഇതാണ് കണ്ടെയ്നർ ടെർമിനല്. അവിടുത്തെ കാഴ്ചകളും നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ അടിയിൽ 1-2 വള്ളങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇത് കണ്ടോ? ഈ പാലത്തിൻ്റെ അടിയിലുണ്ട്. ഇത് സെൻറ്ററാണ്. ഈ സെൻറ്റർ ഭാഗത്ത് വള്ളങ്ങളില്ല. അതിൽ പാലത്തിൻ്റെ അടിയിൽ കെട്ടിയിടുന്നതാണ് വള്ളം. അപ്പം നമ്മൾ ഈ പാലത്തെ കൂടെ പോകുമ്പോൾ കുഞ്ഞി കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. അത് കണ്ട വള്ളം പോയത് കണ്ടോ? നീ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒപ്പം മറ്റൊരു ചേട്ടനും സൈക്കിൾ തള്ളി വരുന്നുണ്ട്. ഇവിടെ നിരപ്പുള്ള സ്ഥലങ്ങളായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് സൈക്കിളിൽ യാത്ര ചെയ്യാൻ പറ്റും. അവിടെ മോനർപ്പത് കാണാം. അതിൻ്റെ അങ്ങറ്റത്തൊരു പള്ളി കാണുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. ഇത് കണ്ടോ? ഇതാണ് ഈ ദ്വീപ് കിടക്കുന്നത്. അസ്തമയം കണ്ടല്ലോ. ഇവിടെയല്ലേ മരത്തിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന സൂര്യനെ കണ്ടോ? അടിപൊളിയല്ലേ? ഫ്രണ്ടിലൊരു ചാറ്റം പോകുന്നുണ്ട്. ചാറ്റൻ്റെ ഒരു വണ്ടിയാണ്, ഹെർക്കുലീസാണ്. ചാച്ചനും ഹെർക്കുലീസ്, ഞാനും ഹെർക്കുലീസ്.
ഞാൻ കോട്ടയത്ത് നിന്ന്. കോട്ടയം. ആ പരിപാടി എന്നാ? ആണോ? കഴിഞ്ഞു വരുവാ? ആണോ? ഞാനിന്ന് ഗ്രൗണ്ടിൽ കാണും. ബീച്ചില്. ആ ബീച്ചിലോട്ടാ പോകുന്നത്. ഇന്ന് അവിടെ കിടക്കാന്ന്. ഞാൻ കോട്ടയത്ത് നിന്ന്. ആ അല്ല പോകുന്നതാ. ഏറ്റുമാനൂര്. ആ 7ാമത്തെ ജില്ലയാ. ആ സെക്കൻഡ് ജില്ലയെല്ലാം കഴിഞ്ഞു. മിനിയേച്ചറോ? എടുത്തോ. ഓ ഇല്ല, ഒന്നും ചെയ്യില്ല. ക്രൈസ് ഉള്ളവരെടുത്തോ. കണ്ടോ ഒരുത്തം പുറകെയൊന്നും ഇല്ലല്ല. കുഞ്ഞേ ആരാടി അത്? ഓക്കെ കാണാവേ. കുഞ്ഞി. ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാനാ പാട്. രാവിലെയും വൈകിട്ടും ചെയ്യണേ. കാരണം ഈ വഴിയിലൊക്കെ ഇറക്കുമ്പോ അവിടെയൊക്കെ ഡോഗ് വന്നിട്ട് ചെള്ള് കാണുവേ. അപ്പൊ ഇത് കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. എവിടെ ഇറക്കിയാലും കയറ്റുമ്പോ മൊത്തം ചീലിയാ അങ്ങോട്ട് കയറ്റുന്നത്. എല്ലാരും വന്ന് എടുക്കുന്നതല്ലേ. ഞാൻ 2.5 മാസമായി. വഴിക്കെല്ലാം മഴ. കൊല്ലത്ത് 2 ദിവസം കിടന്നു. കൊല്ലം ബീച്ചില്, അല്ല ആലപ്പുഴ ബീച്ചില് 2 ദിവസം കിടന്നു. അന്നേരം കുറെ നടന്നു വരുന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ നടന്നു വരുന്ന പിള്ളേരൊക്കെ ഡൽഹിയിൽ നിന്നും. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. പിന്നെ 2 പേരെ ഇടയ്ക്ക് വെച്ച് പോയി. അങ്ങനെ 6 പേരുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം. 2ാമത്തെ ദിവസം അവര് ഹിറ്റാക്ക് ചെയ്ത് അവര് മാറി. ശരി, മോട്ടോർ ക്രോസിംഗ് ഉണ്ടോ? റേസിംഗ് ഉണ്ടോ? ഇല്ല, ഇത് ക്ലബിലാണ്. അത് നമ്മുടെ ഈ കല്ലൂര് ജോർജ് ഹായ് ബ്രോ. ഹീറോയിൻ ഈസ് ഇൻസൈഡ്. ഹലോ. ഞാനൊന്നുമല്ല, ഞാൻ വെറും ഡ്രൈവർ. Okay, thank you. You started? When did you start? 11th of October. Already finished 7 districts. Great. എടുത്തോ, തുറന്നോ. ഇപ്പൊ ഒരാൾ എടുത്തിട്ട് അവള് പോലും മൈൻഡ് ചെയ്തില്ലല്ലേ. ആ ഒരു ഉമ്മയുണ്ട്. അത് ആരെടുത്താലും ഒരു ഉമ്മ വരും. ഓക്കെ. എടുത്തോ, തുറന്നോ. ഒന്നും ചെയ്യല. ഇല്ലെന്ന് എടുത്തോട്. ഇങ്ങനെ മേടിച്ചാലോ? ഒരു കുഞ്ഞു പട്ടിയല്ലേ, 8 വയസ്സേ ഉള്ളൂ. പാവം. ഞാൻ ഒക്ടോബർ 11 ഇറങ്ങിയതാ. മഴ 28 ദിവസം 29 ദിവസം മഴ പോകും. മഞ്ഞപ്പൊക്കെ കിടന്ന് ഇതൊക്കെ അതിലൊക്കെ വാങ്ങിച്ചു. എന്നെ നോക്കണ്ട, അങ്ങോട്ട് നോക്കി. ക്യാമറയാ നോക്ക്. ആ ക്യാമറയാ നോക്കുന്നത്. കുഞ്ഞി അങ്ങോട്ട് നോക്ക്. കുഞ്ഞിനെ 2-3 ദിവസമായിട്ട് ആരും എടുത്തിട്ടില്ലായിരുന്നു. ഇന്നാ എടുക്കുന്നത്. കുഞ്ഞി ഓക്കെ ബ്രോ. ഓക്കെ കാണാം. ബൈ. അല്ല 2.5 മാസമായി. 28 ദിവസം 7ാമത്തെ ഡിസ്ട്രിക്റ്റാ. അപ്പൊ ശരി. ഓക്കെ ബൈ. വീട്ടില് വൈഫ് പിള്ളേര്.
അതിരമ്പുഴ ഏറ്റുമാനൂർ. ആ ഇനി ഇന്ന് അവിടെ കാർണിവൽ നടക്കുന്നില്ലേ? അവിടെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു. വീട്ടിലോട്ട് 2 വർഷം കഴിഞ്ഞു. ഫുള്ള് ഇറങ്ങി. നമ്മള് കാണും. പിന്നെ ചാനല ജോപ്പന്റെ യാത്ര അതാണല്ലേ ചാനല് കണ്ടോണ്ടിരിക്കില്ലേ? ഇല്ല, ചെറിയ ക്ലിപ്പായിട്ട് കിടക്കും. എന്റെ ഒരു ഫോട്ടോ യാത്ര ഇങ്ങോട്ട് അതുകൂടെ കിട്ടൂലോ. ചേട്ടായിയെ കണ്ടതാ ഇതിനെല്ലാം കാരണം. സൈക്കിളിൽ പോ സൈക്കിളിൽ പോകുന്നവരെ ഞാൻ കണ്ടു വർത്താനം പറയാൻ പോയില്ല. അവള് കൈ വെളിയിലോട്ട് അതിൻ്റെ അകത്തുണ്ട്. ആ വെടിയിരിയുണ്ട്. കുഴപ്പം ഒന്നും ചെയ്യല. ഓക്കെ. എന്തോ അയ്യോ നമ്മളെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റിയല്ല. 150 രൂപ. ഫ്രണ്ടിലോട്ട് കയറി. ഓക്കെ 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 ഓക്കെ. ചാച്ചാ എന്നാ ഞാനങ്ങ് മാറുക. ഇനി ഒരുപാട് പേര് ഇങ്ങനെ വഴി വരും. അപ്പോഴത്തെ അവിടുന്ന് 2 പേര് വിളിച്ചിട്ടുണ്ട്. ഒന്നും കറങ്ങിട്ടില്ല. കുട്ടികളുടെ ബാഹുല്യം മൂലം കറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. അതേ കറങ്ങുന്നുണ്ട്. ഒരു വിളിച്ചപ്പോൾ അവരോട് ഉണ്ടാവുക ശരിയാവില്ലല്ലോ. ഞാൻ 2.5 മാസമായി. ഇപ്പൊ എവിടുന്ന് പറ്റുന്നത്? ഞാനിപ്പം ഇടുക്കിയിൽ നിന്ന് ഇറങ്ങിയില്ല. ഏഴാമത്തെ ഇല്ല. ഇനി ഇവിടുന്ന് നേരെ കാശ്മീരിലേക്കാണോ പോകുന്നത്? അല്ല, 14 ജില്ലയും കഴിഞ്ഞിട്ട് കാസർഗോഡ് വഴി കയറാൻ നോക്കാം. മൊത്തം നമ്മുടെ കേരളം മൊത്തം കണ്ടിട്ടേ പോകുന്നുണ്ട്. ഉൾനാടാണ് മെയിൻ, അല്ല സിറ്റി ഒന്നും പിടിക്കുന്നില്ല. അപ്പൊ ശരിക്കും നാട് അതിരമ്പുഴ. അതിരമ്പുഴ. എന്നാ ഞാൻ പതിയെ നീക്കോട്ടെ. ചെറിയ യൂട്യൂബ് ചാനലുണ്ട്, അപ്പോൾ ഇന്നലെ രാത്രി പുതുവൈപ്പിന് വന്നതാണ്. ഇതാണ് പുതുവൈപ്പിലെ നമ്മുടെ ലൈറ്റ് ടവർ. കണ്ട് ഒരുത്തി കിടക്കുന്നുണ്ടോ? അപ്പോൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ടൂറിസം മേള പുതുവൈപ്പിന് നടക്കുന്നുണ്ടായിരുന്നു. നമ്മളതിൽ വലിയ കാര്യമായിട്ടൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിനായിട്ട് അങ്ങോട്ടൊന്നും പോയില്ല. അതുപോലെ തന്നെ നായശല്യം ഭയങ്കരമാണ്, അതുകൊണ്ട് അങ്ങോട്ടെങ്ങും പോയില്ല. ഇതാണ് പുതുവൈപ്പിലെ സമുദ്രപള്ളി ക്ഷേത്രം, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇന്നലെ ഇവിടെയാണ് നമ്മൾ ആൾട്ടായത്. ഈ കെട്ടിടത്തിൻ്റെ പുറയിൽ നമ്മൾ ഇവിടെയാണ് കിടന്നത്. അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞിനെയായിട്ട് നമ്മൾ പോവുകയാണ്. രാവിലെ എഴുന്നേപ്പിച്ചൊന്ന് നടത്തിച്ച് ഇപ്പോൾ ഈ വഴിക്ക് തന്നെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഇവിടെ രാത്രി വൈകിയതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. ഇപ്പോൾ ബീച്ചിലൊന്ന് പോകണമെന്നുണ്ട്, പക്ഷേ ബീച്ചിലോട്ടുള്ള റോഡ് നമുക്കത്ര പോരാ. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുന്നതാണ്. പറ്റുമെങ്കിലൊന്ന് പോകണം ബീച്ച് വരെ. മരങ്ങളെല്ലാം നിറഞ്ഞ ഒരു ബീച്ചാണിത്. ഇതുണ്ടോ, ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിലേക്ക് കാറ്റാടി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു ബീച്ചാണ്. ഇവിടെ ധാരാളം ഫോട്ടോഷൂട്ട്, ഷോർട്ട് ഫിലിംസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഫാൽക്കൺ ബീച്ച് എന്നാണ് ഇത് നോർമലി അറിയപ്പെടുന്നത്.
അപ്പോൾ പുതുവൈപ്പിനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ ബീച്ചുള്ളത്. കുഞ്ഞി അടുത്ത ദൂരം നമ്മൾ പിടിക്കാമെന്നോർത്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ സൈക്കിൾ കൊണ്ട് തള്ളിക്കൊണ്ടൊന്ന് വെക്കാനുള്ള സൗകര്യമില്ല, അല്ലെങ്കിൽ ഞാൻ തള്ളിക്കൊണ്ടൊന്ന് വെച്ചിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിയേനെ. എന്നിട്ട് വൈകുന്നേരം വല്ല യാത്ര തിരിക്കായിരുന്നു. ഇനിയിപ്പോൾ തണലുള്ള സ്ഥലങ്ങളാണ്, അതുകൊണ്ട് നമ്മൾ പതിയെ മുമ്പോട്ട് പോവുകയാണ്. അയ്യോ, അപ്പുറത്തെ വഴി ഇങ്ങോട്ട് കയറായിരുന്നു, അവിടെ ബ്ലോക്ക് അല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുകയാണ് ഈ കാറ്റാടി കാടുകൾക്കിടയിലൂടെ. ബീച്ചിന് സമാന്തരമായിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. Audio Jungle.